ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 7, 8 and 9 ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. Let A is equal to set 1, 2, 3, 4, 5, 6. Define a relation R from A to A by R is equal to set of all xy such that y is equal to x plus 1. Depict this relation using an arrow diagram. അപ്പോൾ നമുക്കിവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. നമുക്ക് റിലേഷനും തന്നിട്ടുണ്ട് y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പോൾ എയിൽ നിന്ന്, അതായത് ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് തന്നെയുള്ള റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ നമുക്ക് എന്തെഴുതാം? ബൈ ദ ഡെഫിനിഷൻ ഓഫ് റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു എന്തൊക്കെ വരും? എന്താണ് നമ്മുടെ റിലേഷൻ? y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അതായത് y എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതായിരിക്കണം. എക്സ് 1 ആണ് എങ്കിൽ y എന്തായിരിക്കും? എക്സിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ y നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ എക്സ് 1 ആണെങ്കിൽ y ഈസ് 2. മനസ്സിലായല്ലോ? എക്സിന് 1 കൊടുത്താൽ y എന്താവും? 1 + 1 2 ആകും. ഇനി എക്സിന് 2 കൊടുത്താൽ y എന്താവും? 3 ആകും. അപ്പോൾ 2, 3. ഇനി എക്സിന് 3 കൊടുത്താൽ y എന്താവും? 4 ആകും. എക്സിന് 4 കൊടുത്താൽ y 5 ആകും. എക്സിന് 5 കൊടുത്താൽ y 6 ആകും. നമുക്കിവിടെ 6 വരെ നമ്പേഴ്സ് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയും മാത്രമേ നമുക്ക് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമ്മളിതിനെ ആരോ ഡയഗ്രം യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരോ ഡയഗ്രം വരയ്ക്കണം. ആരോ ഡയഗ്രം വരയ്ക്കാൻ നമ്മൾ ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ള 2 ഷേപ്പുകളാണ് വരയ്ക്കുന്നത്. എയിൽ നിന്ന് എയിലേക്കുള്ളതാണ് നമ്മുടെ റിലേഷൻ. ഇതിൽ 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. എന്തൊക്കെയാണ് നമ്മുടെ റിലേഷൻ? 1ൽ നിന്ന് 2വിലേക്ക്, 1ൽ നിന്ന് 2വിലേക്ക്, പിന്നെ 2വിൽ നിന്ന് 3യിലേക്ക്, അടുത്തത് 3യിൽ നിന്ന് 4ലേക്ക്, 4ൽ നിന്ന് 5ലേക്ക്, 5ൽ നിന്ന് 6ലേക്ക്. ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ ഇതിനെല്ലാം എന്ത് കൊടുക്കണം? ആരോ ഡയഗ്രമാണ്. അപ്പോൾ ഇങ്ങനെ ആരോ കൊടുക്കണം കേട്ടോ. അപ്പോൾ എയിലുള്ളതെല്ലാം എക്സ്, ഇതിലുള്ളതെല്ലാം വൈ. റിലേഷന് ഉള്ളതിനൊക്കെ നമ്മൾ എന്ത് കൊടുത്തു? ആരോ കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് വണ്ണിൽ റൈറ്റ് ഡൗൺ ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ആർ. ഡൊമൈനും കോഡൊമൈനും റേഞ്ചും നമ്മൾ എഴുതണം. അതെന്താണെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചിരുന്നു അല്ലേ? ഡൊമൈൻ എന്തൊക്കെയാണ്? ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനകത്തെ ഫസ്റ്റ് എലമെൻറ്റുകളെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? 1, 2, 3, 4, 5. അതായത് നമ്മുടെ റിലേഷനിലെ ഓർഡേർഡ് പെയറുകളിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് ഡൊമൈൻ. അപ്പോൾ 1, 2, 3, 4, 5. ഡൊമൈൻ സെറ്റായിട്ടാണ് എഴുതുന്നത്. 1, 2, 3, 4, 5. ഇനി എന്താ വേണ്ടത്? ഡൊമൈൻ, കോഡൊമൈൻ. കോഡൊമൈൻ എന്തായിരിക്കും? കോഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഈ മുഴുവൻ സെറ്റിനെയാണ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് ഇത് 1 തൊട്ട് 6 വരെ, 1, 2, 3, 4, 5, 6. എയിൽ നിന്ന് എയിലേക്ക് ആയതുകൊണ്ട് നമ്മൾ സെക്കൻഡ് സെറ്റാണ് എടുക്കുന്നത്. ഇവിടെ എയിൽ നിന്ന് എയിലേക്ക് ആയതുകൊണ്ട് എ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് റേഞ്ച് വേണം. റേഞ്ച് എന്താണ്? നമ്മുടെ റിലേഷനിലെ ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെൻറ്റുകളാണ് റേഞ്ച്. അപ്പോൾ എന്തൊക്കെ വരും? 2, 3, 4, 5, 6. സെറ്റ് 2, 3, 4, 5, 6. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഡൊമൈന്, കോഡൊമൈൻ, റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കുക. ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ റിലേഷനിലെ ഓർഡേർഡ് പെയറുകളുടെ ഫസ്റ്റ് എലമെൻറ്റ്, അതായത് ഫസ്റ്റ് ഇതിനകത്തെ 5 വരെയുള്ളത്. കോഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫുൾ സെറ്റ്. ഇവിടെ എയിൽ നിന്ന് എയിലേക്ക് തന്നെ ആയതുകൊണ്ട് എ തന്നെ നമ്മൾ ഫുൾ എഴുതുന്നു. അടുത്തത് റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിലെ ഓർഡേർഡ് പെയറുകളിലെ സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ 2, 3, 4, 5, 6. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫിഗർ ഷോസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ സെറ്റ് പി ആൻഡ് ക്യൂ. റൈറ്റ് ദിസ് റിലേഷൻ ഇൻ സെറ്റ് ബിൽഡർ ഫോം, ഇൻ റോസ്റ്റർ ഫോം. വാട്ട് ഈസ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്? അപ്പം നമുക്കിവിടെ പിയുടെയും ക്യൂവിൻ്റെയും ഇടയ്ക്കുള്ള റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലും റോസ്റ്റർ ഫോമിലും നമ്മൾ എഴുതണം. അപ്പോൾ ഈ ഫിഗറിനകത്ത് റിലേഷൻ നോക്കിയേ.
9ൽ നിന്ന് 3യിലേക്ക്, 9ൽ നിന്ന് -3യിലേക്ക്, 4ൽ നിന്ന് 2വിലേക്ക്, 4ൽ നിന്ന് -2വിലേക്ക്, 25ൽ നിന്ന് 5ലേക്ക്, -5ലേക്ക്. അപ്പോൾ ഇതിനകത്തെ എലമെൻറ്റുകളെ നമുക്ക് എക്സ് ആയിട്ടും ഇതിനകത്തത് നമുക്ക് വൈ ആയിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? വൈയുടെ സ്ക്വയറാണ്. 5ൻ്റെ സ്ക്വയറാണ് 25, -5ൻ്റെ സ്ക്വയറാണ് 25, 3യുടെ സ്ക്വയറാണ് 9, -3യുടെ സ്ക്വയറാണ് 9. അപ്പോൾ ഈ വൈയുടെ സ്ക്വയറാണ് എന്ത്? ഇവിടെ തന്നിട്ടുള്ള എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് എന്തെഴുതാം? ആദ്യം നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൻ്റെയാണ് എഴുതുന്നത്. റിലേഷൻ R ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എന്തെഴുതാം? എക്സ് ഈസ് ദ സ്ക്വയർ ഓഫ് വൈ. എക്സ് എവിടെയുള്ളതാണ്? എക്സ് ബിലോങ്സ് ടു പി ആൻഡ് വൈ ബിലോങ്സ് ടു ക്യൂ. ഇനി രണ്ടാമത്തത്, ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ R ഈസ് ഈക്വൽ ടു റോസ്റ്റർ ഫോമിൽ എക്സിൽ 9 ആണ് വരുന്നത്. പിന്നെന്താണ്? 9,3, പിന്നെ 9ൽ നിന്ന് -3യിലേക്ക്. അപ്പോൾ 9,-3. ഇനി 4ൽ നിന്ന് 2വിലേക്ക്, പിന്നെ 4ൽ നിന്ന് -2വിലേക്ക്, പിന്നെ 25ൽ നിന്ന് 5വിലേക്ക്, 25ൽ നിന്ന് -5ലേക്ക്. ഇത്രയുമാണ് റോസ്റ്റർ ഫോമിൽ നമുക്ക് എഴുതാനായിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഡൊമൈനും റേഞ്ചും വേണം. അപ്പോൾ ഡൊമൈൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഓർഡേർഡ് പെയറുകളിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് എന്ത്? ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമൈൻ എന്തൊക്കെ വരും? ഡൊമൈൻ ഈസ് ഈക്വൽ ടു സെറ്റ് 9, 4, 25. ഇതാണ് നമ്മുടെ ഡൊമൈൻ. ഇനി റേഞ്ച് എന്ത് വരും? റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്തെ ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ 3, -3, 2, -2, 5, -5. ഇത്രയുമാണ് നമ്മുടെ റേഞ്ചിനകത്ത് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. Let A is equal to 1, 2, B is equal to 3, 4. Find the number of relation from A to B. നമ്പർ ഓഫ് റിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് റിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് 2 ആണ്. നമ്പർ ഓഫ് ബി എന്ന് പറയുന്നതും 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് എ ക്രോസ് ബി എന്തായിരിക്കും? 2 × 2 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ എന്തായിരിക്കും? 2⁻PQ ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് 4 ആണ് അത് കിട്ടിയത്, അല്ലേ? PQ 4 ആണ് കിട്ടിയത്. സോ 2⁻4. അപ്പോൾ നമ്മുടെ 3 എക്സാമ്പിൾസുകളും കഴിഞ്ഞു. ഇനി എക്സസൈസ് 2.2 നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.